ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഏഴാറ്റുമുഖം വഴി വാഴച്ചാലിക്കുള്ളൊരു യാത്രയാണ്. കാടിൻ്റെ ഉള്ളിലൂടെയുള്ളൊരു യാത്ര. അത് നമ്മളിപ്പോൾ ഏഴാറ്റുമുഖത്തേക്ക് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ആനയെ കാണാനാണ്. കാരണം രാവിലെ പോയി കഴിഞ്ഞാൽ ആനയെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഏഴാറ്റുമുഖത്ത്. പക്ഷേ നമ്മളൊരു 6:30 അല്ലെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ പോവുകയാണെങ്കിലാണ് നമുക്ക് കൂടുതൽ ആനകളെ കാണാൻ പറ്റുള്ളൂ. ആ സമയത്തൊക്കെ അവിടെ ഒരുപാട് ആനകളുണ്ടാവും. അവിടുത്തെ ഈ ഏഴാറ്റുമുഖം സൈഡിലാണെങ്കിലും അവിടുന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന ആ റോഡുണ്ടല്ലോ, റബ്ബർ കാടിക്കായിട്ടുള്ള ആ റോഡ്, അവിടെയും ഒക്കെ ഒരുപാട് ആനകളുണ്ടാവും. സോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. പക്ഷേ 7 മണിക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് എത്തിയത്. ഏകദേശം 8 മണിൻ്റെ അടുത്തായിട്ടുണ്ട്. സോ അതേ ഏഴാറ്റുമുഖത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഏഴാറ്റുമുഖത്ത് ഇവിടെയൊക്കെ ആന ഉണ്ടാവുന്ന ഏരിയ ആണിത്. എപ്പോഴും നമ്മുടെ ഏഴാറ്റുമുഖം ഗണപതിയൊക്കെ കൂടുതലും അവൻ്റെയൊക്കെ പ്രസൻസ് ഉള്ളൊരു ഏരിയ ആണ്. പക്ഷേ നമ്മൾ ഈ വന്ന സമയത്ത് വണ്ടികളൊക്കെ പോയി തുടങ്ങി. സോ ആനകളൊക്കെ കാടിന് ഉള്ളിലോട്ട് പോയെന്ന് തോന്നുന്നു. ഒന്നിനും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളവിടെ അടുത്തുള്ള ഒരു ചേട്ടനെ കണ്ടു കേട്ടോ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഇനിയിപ്പോൾ എവിടെ പോയി ആനയെ കാണാൻ പറ്റും? ആൾ പറഞ്ഞു, ഇനി ഈ സമയത്തൊന്നും എവിടെ പോയാലും കാണാൻ പറ്റില്ല, നിങ്ങളൊരു 4 മണിക്ക് ശേഷം പോരെ, അപ്പോൾ എന്തായാലും ഈ ഭാഗത്തൊക്കെ ഒരുപാട് ആനകളുണ്ടാവും എന്ന് പറഞ്ഞു. ഈ നിൽക്കുന്ന ചേട്ടൻ കേട്ടോ നമുക്കത് പറഞ്ഞു തന്നു. അപ്പോൾ ഓക്കെ, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തായാലും കാണാൻ പറ്റും എന്നുള്ളത്. ഇവിടെ ഇല്ലെങ്കിൽ എന്തായാലും ആ റബ്ബർ പ്ലാന്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഒരാനെങ്കിലും നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സോ ഞാൻ ഓക്കെ, ആ ചേട്ടൻ്റെ അടുത്ത് ഓക്കെ എന്നും പറഞ്ഞ് നമ്മൾ നേരെ ആ റൂട്ടിലോട്ട് പോയി. അപ്പോൾ പോകുമ്പോൾ ഈ സമയത്ത് ഈ ഒരു ഏരിയ കാണാൻ പ്രത്യേക ഭംഗി കേട്ടോ. ഇത് നമ്മുടെ ഫസ്റ്റത്തെ സൈറ്റിംഗ് ആണ്. ഇവിടെ വന്നിട്ട് ഒരു കുരങ്ങച്ചേട്ടൻ, ഇതിൻ്റെ മുഖമൊക്കെ ചുവന്നിരിക്കുന്നത് പ്രത്യേക മുഖോട്ട പുള്ളിക്ക്. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ വണ്ടിയൊക്കെ നിർത്തി വീണ്ടും നമ്മുടെ യാത്ര നമ്മൾ തുടരുകയാണ്. സോ നമുക്ക് മഞ്ഞൊക്കെ കയറി ആ എണ്ണപ്പനകൾ, പാം ട്രീസ്, അതിൻ്റെ കൂടെയുള്ള ഈ യാത്ര അത്രയും ബ്യൂട്ടിഫുള്ളാണ്. പോയിട്ടുള്ളവർക്കറിയാം, ഭയങ്കര രസമാണ് ഈ ഒരു ടൈമിൽ നമ്മൾ പോകുമ്പോൾ. ഇടയിൽ സൂര്യൻ്റെ വെളിച്ചവും അതിൻ്റെ ഇടയിൽ മഞ്ഞും, നല്ലൊരു തണുപ്പുള്ളൊരു ക്ലൈമറ്റും കൂടിയാണ്. സോ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് റബ്ബർ തോട്ടത്തിൻ്റെ അവിടേക്കാണ്. അവിടെ ആ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് അങ്ങോട്ട് പോകണം. അപ്പം നമ്മൾ ആ ഏരിയയിലോട്ട് പോകുമ്പോൾ ആനയുടെ പ്രസൻസ് ഒരുപാടുള്ള സ്ഥലമാണ്. അവിടെ വരുന്ന ഈ ടാപ്പിങ്ങിനൊക്കെ വരുന്ന ആളുകൾ പടക്കൊക്കെ പൊട്ടിച്ചിട്ടാണ് ആനയൊക്കെ പറഞ്ഞതിന് വിട്ടതിന് ശേഷമാണ് അവിടെ ടാപ്പിങ്ങൊക്കെ നടത്തുന്നത്. എന്നാലും അവിടെ എവിടെയെങ്കിലൊക്കെ ആന കാണും. അത്രയും ആനയുടെ പ്രസൻസ് ഉള്ള ഒരു ഏരിയ ആണിത്. സോ നമ്മളിത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇത് നമ്മൾ അങ്ങോട്ട് ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് അതിനുള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ആ ഒരു വ്യൂ നോക്ക്, എന്ത് രസമാണല്ലേ. പക്ഷേ രസമാണെങ്കിലും നമ്മളത്ര കെയർഫുള്ളായിട്ട് പോകേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. പ്രത്യേകിച്ച് നമ്മൾ ബൈക്കിലൊക്കെ വരുമ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ആനയെ കാണാൻ പറ്റും. അപ്പോൾ വളരെ സ്പീഡ് കുറച്ച് 2 സൈഡിലോട്ടൊക്കെ നോക്കി നമ്മൾ ഡ്രൈവ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ അത്രയും മെല്ലോട്ടാണ് പോകുന്നത്. 2 സൈഡിലോട്ടൊക്കെ നോക്കി എവിടെയെങ്കിലൊക്കെ ആന ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പം കാണാൻ പറ്റും എന്നൊരു വിശ്വാസം തന്നെയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ കുറേ നേരം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് നിർത്തിയിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ കാറ് നിർത്തി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ എവിടെയെങ്കിലും ഒരു ആന കാണും. ഇത് കണ്ടില്ല, അവിടെ ഒരു വൈറ്റ് കാറ്. അപ്പോൾ നമ്മൾ മെല്ലെ സ്ലോ ആക്കി നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ദൈവത്തിന് അവിടെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുകയാണ്. പുല്ലൊക്കെ തന്ന് ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. നമ്മുടെ ഏഴാറ്റുമുഖത്തെ മുറിവാലിനാണിത്. വാലൊക്കെ മുറിഞ്ഞു പോയിട്ടുള്ളൊരു ആന. ഇവിടുത്തെ ആനകൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ ആനകളുടെ കൊമ്പ് ചെറുതായിരിക്കും. നമ്മുടെ ഏഴാറ്റുമുഖത്തുള്ള ഒട്ടുമിക്ക ആനകളുടെ കൊമ്പും ഒരുപാട് വലുപ്പം വരാറില്ല. നല്ല രസമുള്ള കൊമ്പ് അത്. അപ്പോൾ ആൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. നമ്മളൊക്കെ കണ്ട സമയത്തൊക്കെ അവിടെ വണ്ടികൾ കുറവായിരുന്നു. ഒരു കാറ്, പിന്നെ നാട്ടുകാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ആരും ശല്യമൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പുള്ളി ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആളുകൾ കൂടാൻ തുടങ്ങി. വണ്ടികളുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ ആൾ കുറച്ച് ഡിസ്റ്റർബായി. അപ്പോൾ ഞങ്ങൾ ആനയുടെ ഏതാണ്ട് അടുത്താണ് നിൽക്കുന്നത്. 100 മീറ്റർ 150 മീറ്റർ വ്യത്യാസമുള്ളൂ. സോ ഭയങ്കര കുറച്ച് റിസ്ക്കാണ്. പെട്ടെന്ന് അങ്ങനെ ആൾ അറ്റാക്ക് ചെയ്ത് നമ്മൾ പെട്ടു. അപ്പോൾ നമ്മൾ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ നേരെ വാഴച്ചാൽ ആ ഏരിയയിലോട്ട് പോയി. അപ്പോൾ പോകുമ്പോൾ നമ്മളെ സിൽവർ സ്റ്റോമിൻ്റെ ഒക്കെ അവിടെ ഒരു പുഴയുണ്ട്, ആ ബ്രിഡ്ജിൻ്റെ താഴെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടേക്ക് നിന്നു കേട്ടോ. അപ്പോൾ
ഇത്ര നേരം നമ്മൾ കണ്ടത് ആ പുഴയുടെ താഴ്ന്നുള്ള വ്യൂ ആണ്. ഇത് ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കയറി നോക്കുമ്പോൾ വ്യൂ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം എന്ത് രസമാണല്ലേ ആ മുകളിൽ നിന്നുള്ള വ്യൂ. ഇവിടെ നേരെ നമ്മൾ അടുത്തൊരു വ്യൂ പോയിൻറ്റിലേക്കാണ് കേട്ടോ പോയത്. ആ വ്യൂ പോയിൻറ്റിൽ പോയി കഴിഞ്ഞാൽ കാണുന്നൊരു വ്യൂ ആണ് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ ഈ ഒരു ലാൻഡ്സ്കേപ്പ്. എന്ത് അടിപൊളിയാണെന്ന് അറിയൂ. എനിക്ക് തോന്നുന്നു നമ്മൾ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ പോയി കാണുന്നതിനേക്കാൾ ഭംഗി ഇവിടുന്ന് ഈ കാണുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനാണ്. പക്ഷേ വെള്ളം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇങ്ങനെ എത്ര ഉള്ളൂ വെള്ളം കൂടുതലുള്ളപ്പോഴാണല്ലോ അതിരപ്പള്ളിയുടെ ഒരു ഭംഗി, വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭംഗിയുള്ളത്. സോ നമ്മൾ ഇവിടുന്ന് കുറച്ച് നേരമൊക്കെ കണ്ട് പിന്നെ നേരെ ഉള്ളിൽ ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറിയില്ല കേട്ടോ പ്രാവശ്യം. നേരെ വാഴച്ചാൽ പോവുകയാണ് ചെയ്തത്. ഇവിടെ എപ്പോൾ വന്നാലും ഈ ഒരു വ്യൂ പോയിന്റിൽ വന്ന് എപ്പോൾ വന്നു കഴിഞ്ഞാലും കാണുന്നതാണ് കുറേ കുരങ്ങന്മാരുണ്ടാവും. പക്ഷേ ഇവരൊക്കെ ഈ ഡെയിലി ആളുകളൊക്കെ കാണുന്നതുകൊണ്ട് അത്ര വയലൻ്റ് ഒന്നും അല്ല, നമുക്ക് വേറെ ശല്യം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അടുത്താണെങ്കിലും ഒതുങ്ങിയോട്ട് ഇരുന്നോളും, പാവങ്ങളാണ്. അപ്പോൾ ഞാൻ ഇവരെ ആക്ടിവിറ്റീസൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഞാൻ കുറേ നേരം ഇവരെ പല രീതിയിലുള്ള വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അടിപൊളിയായിട്ട് ഇരുന്ന് തരും ചെയ്തു, നല്ല ലുക്കൊക്കെ തന്നവർ. ഇവരുടെ ആക്ടിവിറ്റീസൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറൊരു സൈറ്റിങ് കിട്ടിയിടോ. ആ കാണുന്ന മലയെണ്ണ ഇതിനൊക്കെ റയറായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ സൂം ചെയ്തിട്ട് എടുക്കുന്നത്, അതുകൊണ്ട് ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഫേസ് കിട്ടുന്നില്ല, ഇപ്പം തിരിഞ്ഞിരിക്കുന്നത് അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ മുഖം കാണാൻ പറ്റുന്നില്ല. കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷേ കിട്ടുന്നില്ല. ലാസ്റ്റ് ആ കൂടി കിട്ടിയത് ഒരു സൈഡ് വ്യൂ മാത്രമാണ്. അപ്പോൾ കുറേ നേരം നോക്കിയിട്ടും പറ്റിയില്ല. അപ്പോൾ തന്നെ നമ്മുടെ കുരങ്ങന്മാരൊക്കെ അത്ര നേരം നമുക്ക് പോസൊക്കെ തന്നമാർ എണീച്ച് പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വേറൊരു സൈറ്റും കൂടെ കിട്ടിയിട്ടാണ്. ഇതൊരു മ്ലാവ്, ഒരെണ്ണമല്ല 2-3 ഉണ്ട്. പക്ഷേ അത് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കുറച്ച് ദൂരത്താണ്, താഴോട്ടായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അത് മാത്രം അവിടെയൊക്കെ ചെടികളൊക്കെ ആയിട്ട് ഭയങ്കര ഇരുട്ടുമാണ്. ഞാൻ ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് കൂട്ടി സൂം ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടാനായിട്ട്. അപ്പോൾ ഇവർ കയറി വരുമെന്ന് വിചാരിച്ച് കുറച്ച് നേരം നോക്കി, പക്ഷേ കയറി വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ അതിരപ്പള്ളി ഇതാ എൻട്രി ആണ് കേട്ടോ. നമ്മുടെ എൻട്രിയുടെ ഓപ്പോസിറ്റുള്ള ടോയ്സൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മളവിടെ കയറിയൊന്നുമില്ല, അവിടെ നേരെ വാഴച്ചാൽ പോയി. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള ഈ ഫോറസ്റ്റ് ഒരു തിക്ക് ഫോറസ്റ്റിനുള്ളിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുകൂടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മൾ മാക്സിമം ഓവർ സ്പീഡിൽ ഇതിനകത്തൂടെ പോകാതിരിക്കുക. ഒരു 30-40 ആ ഒരു റേഞ്ചിലൊക്കെ പോകേണ്ട കാര്യമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നാമതൊരു അത്രയും തിക്ക് ഫോറസ്റ്റാണ്. അപ്പം എനിമൽസ് ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലുള്ള ഏരിയകളാണ്. അപ്പോൾ പല സൈഡിലും ഇവരെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഫോറസ്റ്റിൻ്റെ ബോർഡ് ഉണ്ട്, എനിമൽ ക്രോസിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിമൽസ് എന്ന് പറയുമ്പോൾ ഈ ആനയെ മാത്രമേ ഉള്ളൂ, വേറെയും ഒരുപാട് മ്ലാവും കാര്യങ്ങളൊക്കെ. ഈ മ്ലാവൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതൊക്കെ സ്പീഡിലായിരിക്കും. ഇവിടുന്ന് എടുത്ത് ചാടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഭയങ്കര സ്പീഡിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മളും പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി കിട്ടില്ല. ഇവർ ചാടി കഴിഞ്ഞാൽ നമ്മളെ തട്ടും. അവർക്ക് മാത്രമല്ല നമുക്കും അത് ബുദ്ധിമുട്ടാണ്, അത്രയും ഡേഞ്ചറാണത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 മ്ലാവ് ചാടിപ്പോയി. പക്ഷേ അത് ക്യാമറ ഓൺ ആയിരുന്നില്ല, അതുകൊണ്ട് ആ ഒരു വിഷ്വൽ നമുക്ക് കിട്ടിയില്ല. അപ്പം അത്ര സ്പീഡിലാണ് ഇവർ ക്രോസ് ചെയ്ത് പോവുക. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെയുള്ള കാടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഒരു നോർമൽ സ്പീഡ് കീപ്പ് ചെയ്ത് പോവുക. പിന്നെ ഈ കാടിനകത്തോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ പോകുന്ന ഈ ഒരു വഴികളുണ്ടല്ലോ, 2 സൈഡിലുള്ള മരങ്ങളും ഈ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ എൻജോയ് ചെയ്ത് അങ്ങ് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. അടിപൊളിയായിരിക്കും, ഭയങ്കര ഒരു ഫീലാണ് അതിനകത്തോടെ പോകുമ്പോൾ. വേറെയും കുറേ ട്രിപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ
ഇവർ ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, ഓവർ സ്പീഡൊന്നുമില്ല, മെല്ലെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഈ പോകുന്ന വഴിയിൽ നമുക്കിനി ഒരു സൈറ്റിംഗ് ഉണ്ട്, ഒരു വാട്ടർഫോള്, ഒരു ബ്രിഡ്ജ് ഒക്കെ ആയിട്ടൊരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് അതാണ്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, അതേ പോകുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ അത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. അത് മഴക്കാലത്ത് വരുമ്പോഴാണ് അതിന് കൂടുതൽ ഭംഗി. ഇപ്പോൾ വെള്ളം കുറവാണ്, ആ ഏരിയയിലൊക്കെ വളരെ വെള്ളം കുറവാണ്, എന്നാലും ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാനായിട്ട്, ആ ഒരു പോയിൻ്റ് കാണാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലും ഭയങ്കര രസമുണ്ട് കാണാൻ. അപ്പോൾ പോകുന്ന വഴികൾ ഇതേ നമ്മളതേ ആ വ്യൂ പോയിൻ്റിൽ എത്തിയിട്ടുണ്ട്. ബ്രിഡ്ജ്, ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറുന്നിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തി, ചുറ്റിലും അത്രയും ഭയങ്കരമായിട്ടുള്ള കാടാണ്. അതിൻ്റെ അവിടെ നിന്ന് വെള്ളച്ചാട്ടം, ഇത് മഴക്കാലമാണെങ്കിൽ അടിപൊളിയായിരിക്കും ഈ ഒരു വാട്ടർഫോൾ കാണാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, വളരെ കുറവ് വെള്ളമേ ഉള്ളൂ, പറയാൻ മാത്രമൊന്നുമില്ല, എന്നാലും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ചുറ്റിലുള്ള കാഴ്ചകളൊക്കെ നോക്ക്, ഇത് രസമാണല്ലേ. അപ്പം ഇവിടെ ഒരു വാച്ചറുണ്ട് കേട്ടോ, പുള്ളി മലപ്പുറം അങ്ങനെ ഏതോ സ്ഥലമാണെന്നാണ് പറഞ്ഞ ആൾ. അപ്പോൾ ആൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉള്ളതാണ്. ആളടുത്ത് നമ്മൾ കുറേയൊക്കെ സംസാരിച്ചു, ആൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ഈ പരിസരത്തൊക്കെ 2-3 ആനകൾ സ്ഥിരം വരുന്ന ആനകളുണ്ടായിരുത്ര, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് ആ പാലത്തിൻ്റെ മുകളിലോട്ട് കയറി അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആനകളുടെ പ്രസൻസ് അത്യാവശ്യം ഉണ്ടെന്നാണ് പറഞ്ഞു ഈ ഏരിയയിലൊക്കെ, പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വലിയ ശല്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇനി നമ്മൾ ഈ വാൽപ്പാറയിൽ നിന്ന് ചെക്ക് പോസ്റ്റ്, അവിടെ നിന്ന് നേരെ വാൽപ്പാറയല്ല, വാഴച്ചാൽ വാൽപ്പാറയിലോട്ട് പോകുമല്ലോ. ആ പോകുന്ന വഴിക്ക് അതിനകത്ത് ഒരുപാട് ആനകളുണ്ടാവും. നമ്മുടെ കബാലി ടീംസൊക്കെ ഉള്ളത് അവിടെയാണ്. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ, വാഴച്ചാൽ വരെ പോയുള്ളൂ. സീത വ്യൂ നോക്ക്, അതിൻ്റെ ചുറ്റിലുള്ള വ്യൂ കണ്ടില്ലേ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, വാഴച്ചാൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അതിരപ്പള്ളിയിൽ ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഇവിടുന്ന് എടുക്കണം. അപ്പോൾ 60 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ആ ടിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കയറാം, അതിരപ്പള്ളിയിലും കയറാം, രണ്ടിനും കൂടി ഒറ്റ ടിക്കറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വന്നത് ഏഴാറ്റുമുഖം വഴിക്കാണ്. കാരണം ഏഴാറ്റുമുഖത്ത് ആനകളെ എന്തായാലും സ്പോട്ട് ചെയ്യണം ഇതുകൊണ്ടാണ് ആ വഴി വന്നത്. തിരിച്ച് പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് കൊരട്ടി ചെന്ന് കയറുന്ന മറ്റൊരു വഴിയുണ്ട്. അതായത് തിരിച്ചു പോകുമ്പോൾ സിൽവർ സ്റ്റോമിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റാണ് ഏഴാറ്റുമുഖം വഴി, അതുകൂടാതെ നേരെ ഒരു വഴിയുണ്ട്, ആ വഴി നമുക്ക് പോകാം. അത് ഭയങ്കര രസമുള്ളൊരു റൂട്ടാണ്, നമുക്ക് ട്രാവൽ ചെയ്യാൻ കുറച്ചുകൂടെ ഭംഗിയുള്ള റൂട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ആ വഴി അങ്ങനെ പോകാനുണ്ട് ചെയ്തു. Shadows play, the wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills the velvet dark, patterns leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in the rhythm of the stars and the moon. Teach me the language of rustling leaves, stories that linger on the breath of the breeze. The dawn. സോ ഗൈസ്, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയിലുള്ള കാര്യങ്ങൾ, യാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. Knotted in time by nature's hand, each echo